നമസ്കാരം. എല്ലാവർക്കും SP ജോബ് സ്പോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു മികച്ച അവസരം. റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലായി ആകെ 16 ഒഴിവുകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. അതിൽ ഡിഗ്രി പ്ലസ് DCA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന 14 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അപ്പോൾ ഈ ജോലി ഒഴിവിന്റെ പൂർണ്ണ വിവരങ്ങൾ വീഡിയോയിൽ നോക്കാം. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെന്റർ ഫോർ പ്രൈസ് റിസർച്ച് കേരള പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിയമനം വരുന്നത്. ഒഴിവുകൾ വരുന്നത് റിസർച്ച് ഓഫീസർ ഒരൊഴിവ്, റിസർച്ച് അസിസ്റ്റന്റ് ഒരൊഴിവ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 14 ഒഴിവുകൾ, ആകെ 16 ഒഴിവുകൾ. നിയമനം 7 മാസത്തേക്കുള്ള കോൺട്രാക്ട് ബേസിസ് ആയിരിക്കും. പ്രകടനവും ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതയും അനുസരിച്ച് കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. ആദ്യത്തെ പോസ്റ്റ് റിസർച്ച് ഓഫീസർ ആണ്. ഈ തസ്തികയ്ക്ക് ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്സ് ബാച്ചിലർ ഡിഗ്രി ലെവലിൽ സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടാവണം. കുറഞ്ഞത് 2 വർഷത്തെ അനാലിസിസ് റിസർച്ച്, പ്രൈസ് കളക്ഷൻ മേഖലകളിലെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഏജ് ലിമിറ്റ് 40 വയസ്സാണ്. സാലറി വരുന്നത് മന്ത്ലി 36,000 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് റിസർച്ച് അസിസ്റ്റന്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. സ്റ്റാറ്റിസ്റ്റിക്സ് സബ്ജക്റ്റ് ബാച്ചിലർ ഡിഗ്രി ലെവലിൽ പഠിച്ചിരിക്കണം. ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ്. DCA അല്ലെങ്കിൽ PGDCA സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പൂർത്തിയായവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ സ്പീക്കിംഗ്, റൈറ്റിംഗ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. കൂടാതെ വേർഡ് പ്രോസസ്സിംഗ്, എക്സൽ എന്നിവയിലും പ്രൊഫിഷ്യൻസി ആവശ്യമാണ്. സാലറി പറയുന്നത് 30,000 രൂപയാണ് മന്ത്ലി. അടുത്തൊരു പോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഇത് പലർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന വേക്കൻസിയാണ്. ഇതിനായി ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അതോടൊപ്പം ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള DCA ഉണ്ടായിരിക്കണം. കൂടാതെ MS ഓഫീസ്, എക്സൽ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 40 വയസ്സ് വരെയാണ്. അതോടൊപ്പം 2 വീലർ ലൈസൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. 14 ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. ഓരോ ജില്ലയിലും ഒരു വേക്കൻസി വീതമാണ് വരുന്നത്. സാലറി വരുന്നത് മന്ത്ലി 24,000 രൂപയായിരിക്കും. ഇന്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. കാൻഡിഡേറ്റ്സിന് ഇഷ്ടമുള്ള ഒരു ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേ ജില്ലയിൽ താമസിക്കുന്നവർക്ക് പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. സെലക്ടഡ് ഡിസ്ട്രിക്റ്റിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ആവശ്യാനുസരണം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ആപ്ലിക്കേഷൻ നൽകേണ്ടത് ഓഫ്ലൈനായിട്ടാണ്. ഫിസിക്കൽ ആപ്ലിക്കേഷൻ മാത്രമാണ് സ്വീകരിക്കുന്നത്. നോട്ടിഫിക്കേഷനോടൊപ്പം നൽകിയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെ ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ദ കമ്മീഷണർ, കമ്മീഷണറേറ്റ് ഓഫ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ്, പബ്ലിക് ഓഫീസ് കോംപ്ലക്സ്, ട്രിവാൻഡ്രം എന്ന വിലാസത്തിലേക്കാണ് ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി 2026 ആഗസ്റ്റ് 22-നാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് ശ്രദ്ധിക്കുക. 2026 ആഗസ്റ്റ് 22 ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻസ് പരിഗണിക്കുന്നതല്ല. അപ്പൊ അതിനു മുമ്പായിട്ട് എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇന്റർവ്യൂ ഡേറ്റ് സംബന്ധിച്ച വിവരങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിലും ആപ്ലിക്കൻസിന്റെ ഇമെയിൽ വഴിയും അറിയിക്കുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡിഗ്രി പ്ലസ് DCA യോഗ്യതയുള്ളവർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നോട്ടിഫിക്കേഷന്റെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക.
ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ജോബ് ഡീറ്റെയിൽസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.